ഹലോ ട്രേഡേഴ്സ്, നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മേജർ ട്രെൻഡിൽ എൻട്രി എടുക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും സേഫായിട്ട് എൻട്രി എടുക്കാൻ പറ്റുന്നതും ഈ മേജർ ട്രെൻഡിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റിസ്ക് റിവാർഡ് റേഷ്യോ ഒരു 1:5 1:10 ഒക്കെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതും ഈ മേജർ ട്രെൻഡിലേക്ക് വരുമ്പോഴാണ്. ഇതിനകത്ത് എങ്ങനെയാണ് മേജർ ട്രെൻഡിലേക്ക് വരുമ്പോൾ ഇൻഡ്യൂസ്മെൻറ്റ് എൻട്രി കൺഫർമേഷൻ നോക്കി എങ്ങനെ എൻട്രി എടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കാര്യങ്ങളൊന്ന് ഓടിച്ച് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. കാരണം ഇതിൻ്റെ എൻട്രി എടുക്കുന്നതും ട്രെൻഡ് മനസ്സിലാക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഈ ഒരു മേജർ ട്രെൻഡിൽ എൻട്രി എടുക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന് ശേഷമുള്ള മൈനർ ട്രെൻഡിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊന്ന് ഓടിച്ച് പറഞ്ഞു പോകാനേ ഉള്ളൂ. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെന്നാണെങ്കിൽ തൊട്ട് മുന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ ഞാനിതിൽ ഒരു ട്രെൻഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് BOSും ചോദിച്ചും കിട്ടിയ ഒരു ട്രെൻഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഈ ഒരു 2 എൻട്രീൻ്റെ കാര്യം നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ചാർട്ടിൽ എനിക്ക് 4 ഹവറിലെ ട്രെൻഡാണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിലും വേറെ ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് ആ ഡെയിലി ടൈം ഫ്രെയിം ഒന്ന് എടുത്താൽ മതി. ഡെയിലി ടൈം ഫ്രെയിമിൽ ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതുപോലെ ഡെയിലി ടൈം ഫ്രെയിമിൽ ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുന്നത് ഭൂരിഭാഗം ടൈമിലും 4 ഹവറിലെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് 4 ഹവറിലെ ട്രെൻഡ് അങ്ങനെ ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ട്രെൻഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മളിതിനകത്ത് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഞാനിവിടെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് BOSും ചോദിച്ചും കിട്ടിയൊരു ട്രെൻഡ് മാർക്ക് ചെയ്തു. അതിലെ ഫസ്റ്റ് ഒരു ഇൻഡ്യൂസ്മെൻറ്റും മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിലെ ബാക്കി ലെവൽസും കൂടെ മാർക്ക് ചെയ്യുക. ഓക്കെ അല്ല, അതിലേക്ക് വരുമ്പോൾ എൻട്രി എടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പിന്നെ ചെയ്യാനായിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ ട്രെൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് സെല്ലിങ്ങിലേക്കുള്ളൊരു ഓർഡർ ബ്ലോക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ ആവുന്നുണ്ടല്ലോ, സെല്ലിലേക്കുള്ളൊരു ഓർഡർ ബ്ലോക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ പിന്നെ പ്രീമിയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. ഇവിടെ എന്താണ് ഇത് ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ഇതൊരു സെല്ലിംഗ് സോണായിട്ട് ഇതിൻ്റെ വിക്ക് വേണമെങ്കിൽ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, നമുക്ക് ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഇത് പ്രീമിയത്തിൽ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, സെല്ലിങ്ങിലേക്കുള്ള ഇത്രയും ലെവൽസാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഏറ്റവും സേഫായിട്ട് എൻട്രി എടുക്കാൻ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ഹൈ മുതൽ ലോ വരെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പ്രീമിയം ഏരിയ നമുക്കിവിടെ കിട്ടും. നമ്മളൊരു സെല്ലറാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്താണ് ഏറ്റവും ഹൈയിലേക്ക് വരുമ്പോൾ സെല്ല് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഗ്യാൻ ബോക്സ് ടൂളിൻ്റെ 50% കണക്ട് ചെയ്യുകയാണെങ്കിൽ പ്രീമിയത്തിലേക്കുള്ള ലെവൽസിലേക്ക് വരുമ്പോഴും എൻട്രി എടുക്കാം കേട്ടോ. ഓക്കെ ആവുന്നുണ്ടല്ലോ. ഇതിന് ശേഷമാണ് നമ്മൾ എൻട്രീൻ്റെ കാര്യത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ ഈ ഒരു സെല്ലിംഗ് സോണിലേക്ക് വരുവാണെങ്കിലോ പ്രീമിയത്തിൽ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വരുവാണെങ്കിലോ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വരുവാണെങ്കിലോ പിന്നെ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലെ കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കാം. ഓക്കെ അല്ലേ, ഞാനിപ്പോൾ ചാർട്ട് എന്താണ് ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ 4 ഹവറാണ് നമ്മുടെ ഹയർ ടൈം ഫ്രെയിമെങ്കിൽ 5 മിനിറ്റിലേക്കാണ് നേരെ പോകുന്നത്. 5 മിനിറ്റിൽ എന്താണ് നോക്കുന്നത്? ലോവർ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ കിട്ടുന്നുണ്ടോ എന്ന്, നമുക്ക് എൻട്രി എടുക്കാനുള്ള കൺഫർമേഷൻ ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും എൻട്രി എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ സെല്ലിംഗ് സോണിലേക്ക് വന്ന് ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ ചാർട്ട് 5 മിനിറ്റിലേക്ക് എടുത്തു. ഇതിന് ശേഷം ബൈയിങ്ങിലേക്ക് വന്ന ലാസ്റ്റത്തെ പുൾ ബാക്ക് റിവേഴ്സൽ ചോയ്സായിട്ട് മാർക്ക് ചെയ്യും. ഓക്കെ അല്ലേ, നമ്മൾ ഇൻഡ്യൂസ്മെൻ്റ് എൻട്രിക്കാണെങ്കിൽ ലാസ്റ്റ് ബൈയിങ്ങിലേക്ക് വന്ന പുൾ ബാക്ക് റിവേഴ്സൽ ചോയ്സായിട്ട് മാർക്ക് ചെയ്യും. ഇതിൽ റിവേഴ്സൽ ചോയ്സ് ബ്രേക്ക് ചെയ്തതിന് ശേഷം എന്താണ് നമുക്കിവിടെ മേജർ ഹൈ കൺഫേമായി. ഓക്കെ അല്ലേ, ഇതിന് ശേഷം ഇതിനകത്ത് വന്നിട്ടുള്ള ഇൻഡ്യൂസ്മെൻറ്റിലോ ഓർഡർ ബ്ലോക്കിലോ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സെൽ എൻട്രി എടുക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പഠിച്ചതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഇതാണ്. ഇതിന് ശേഷം മറ്റൊരു ഇൻഡ്യൂസ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ, ഇപ്പോൾ ലോയിലൊരു ഇൻഡ്യൂസ്മെൻറ്റ് നമുക്കിവിടെ കിട്ടി. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ വീണ്ടും ലോയിലൊരു ഇൻഡ്യൂസ്മെൻറ്റ് ഇവിടെ കിട്ടി. ഇപ്പോൾ നമുക്ക് ഈ ലാസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണെന്നല്ലോ, ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി. പിന്നെ പ്രീമിയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു സെല്ലിംഗ് സോണായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ, ഇനി ഇതിലേക്കൊക്കെ വന്ന് ടച്ച് ചെയ്തതിന് ശേഷം ക്യാൻഡലിൻ്റെ കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ എൻട്രി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ ട്രെൻഡ് നോക്കിയ പോലെ തന്നെ ഗ്യാൻ ബോക്സ് ടൂൾ എടുത്തിട്ട് അതിൽ 50% കണക്ട് ചെയ്ത് അതിന് മുകളിലോട്ട് വന്ന ലെവൽസിലേക്ക് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ ആവുന്നുണ്ടല്ലോ, ഇതിനാണ് നമ്മൾ ഇൻഡ്യൂസ്മെൻറ്റ് എൻട്രി കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്കും ടച്ച് ചെയ്തില്ല, വീണ്ടും മാർക്കറ്റ് വന്ന് ലോയിലേക്ക് പോയി. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇവിടെ നിന്ന് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ, ഇതിന് ശേഷം ഒരു ഇൻഡ്യൂസ്മെൻറ്റ് വരുവാണെങ്കിൽ നമുക്കത് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ ആവുന്നുണ്ടല്ലോ, ഞാൻ ചാർട്ട് വീണ്ടും റീപ്ലൈയിലേക്ക് തന്നെ ഇട്ടു. ഇപ്പോൾ ഈ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നു. നമുക്ക് എന്താണ് ഇതിലേക്കൊരു സെല്ലിങ്ങിലെ ക്യാൻഡലിൻ്റെ കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ നിന്നൊക്കെ തന്നെ ഇപ്പോൾ ഈ ഒരു സെല്ലിംഗ് സോണിലേക്ക് വന്ന് റീച്ച് ചെയ്തു. 1-2 ക്യാൻഡലിൻ്റെ കൺഫർമേഷൻ നോക്കി നമുക്ക് ഇവിടെ നിന്ന് സെൽ എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ മേജർ ഹൈൻ്റെ മുകളിൽ കൊടുക്കുക കേട്ടോ. നമ്മുടെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതിന് മുകളിലായിരിക്കും. ടാർഗറ്റ് എന്ന് പറയുന്നത് പിന്നീട് ഏതായിരിക്കും വരുന്നത്? ഇവിടെ നമുക്കൊരു എൻട്രി കിട്ടിയിട്ട് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു 4 ഹവറിലെ മേജർ ലോ ആയിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഇതിലേക്ക് വരുവാണെങ്കിൽ ഒരു 1:10 മേലെ 1:6 RR നമുക്കവിടെ പ്രോഫിറ്റായിട്ട് കിട്ടാനുണ്ട്. ഇനി ഇപ്പോൾ നമുക്ക് ആ ഒരു ട്രേഡ് കിട്ടി, സ്പോട്ടിൽ തന്നെ SLലേക്ക് കയറി. പിന്നീട് എന്താണ് ഇവിടെ നിന്ന് നമ്മുടെ ട്രേഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ പ്രീമിയത്തിലേക്കുള്ള പ്രീമിയം ഏരിയയിൽ ഏറ്റവും ഹൈ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കൺഫർമേഷൻ നോക്കി ഇതുപോലെ തന്നെ എൻട്രി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ ആവുന്നുണ്ടല്ലോ, ഞാൻ നേരെ ചാർട്ട് വീണ്ടും 5 മിനിറ്റിലേക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ, ഇവിടെയും നമ്മൾ ഇതേ കാര്യം തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്.
എന്താണ് നോക്കേണ്ടത്? ബൈയിങ്ങിലേക്ക് വന്നു. ഇപ്പോൾ നമ്മൾ സെൽ എൻട്രി ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബൈയിങ്ങിലേക്ക് വന്ന ലാസ്റ്റത്തെ പുൾ ബാക്ക് റിവേഴ്സൽ ചോയ്സായിട്ട് മാർക്ക് ചെയ്യും. ഇപ്പോൾ ഇവിടെ റിവേഴ്സൽ ചോയ്സ് കിട്ടി. ഇതിന് ശേഷമോ റിവേഴ്സൽ ചോയ്സ് കിട്ടിയപ്പോൾ ഈ മേജർ ഹൈ നമുക്കിവിടെ കൺഫേം ആയിട്ടുണ്ട്. ഇതിന് ശേഷം ഓരോരോ ഇൻഡ്യൂസ്മെൻറ്റ്, ഇപ്പോൾ സെല്ലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഇതാണ്. ഓക്കെ അല്ലേ? ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് ടച്ച് ചെയ്തതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സെൽ എൻട്രി എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ പ്രീമിയം ഡിസ്കൗണ്ട് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു 50% മുകളിലോട്ട് വന്നതിന് ശേഷം ഒരു ക്യാൻഡിലിൽ കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് സെൽ എൻട്രി എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, ഇതിന് മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ പ്രീമിയത്തിലാണെങ്കിൽ ഒരുപാട് ലെവൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കുന്നവരാണെങ്കിൽ ഏറ്റവും പ്രീമിയത്തിലേക്ക് നോക്കി എൻട്രി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇവിടെ ഒരു സെല്ലിംഗ് സോൺ ഉണ്ട്, ഇവിടെയും ഒരു സെല്ലിംഗ് സോൺ ഉണ്ട്. ഇതിലേക്കൊക്കെ വന്ന് ടച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താണ് കൺഫർമേഷൻ നോക്കി തന്നെ എൻട്രി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സെല്ലിംഗ് സോണിന് അടുത്തവരെ വന്നു. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇവിടുന്ന് വേണമെങ്കിൽ എൻട്രി എടുക്കാം, കുഴപ്പമില്ല. ഇനി സെല്ലിംഗ് സോണിലേക്ക് വന്ന് ടച്ച് ചെയ്യുവാണെങ്കിൽ അവിടുന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ എൻട്രി എടുത്ത പോലെ തന്നെ ഇവിടുന്ന് വേണമെങ്കിൽ എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നതാണ് സേഫായിട്ട് മേജർ ഹൈൻ്റെ മുകളിൽ കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? നമ്മൾ ഇതുപോലെ ഒരു സ്റ്റോപ്പ് ലോസ് കൊടുത്ത് എൻട്രി എടുക്കുകയാണെങ്കിൽ കൂടുതലും എസ്സിൽ കിട്ടാൻ സാധ്യത കൂടുതൽ. അപ്പോൾ നമുക്ക് ട്രേഡുകളുടെ എണ്ണം വളരെ കൂടുതലായിട്ട് വരും. ഓക്കെ അല്ലേ? ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്താണ് റിസ്ക് റിവാർഡ് റേഷ്യോ എന്തായാലും കിട്ടാനായിട്ടുണ്ട്. നമ്മൾ 4 hour ആണല്ലോ ഹയർ ടൈം ഫ്രെയിം ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടാനായിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ചെറിയൊരു സ്റ്റോപ്പ് ലോസിൻ്റെ ഇത് കൊടുക്കാൻ മേടിച്ചിട്ട് എസ്സിലുകൾ എടുക്കാനായിട്ട് നിൽക്കണ്ട. ഓക്കെ അല്ലേ? ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് കിട്ടി. ഇപ്പോൾ ഇവിടുന്ന് ഒരു ട്രേഡ് കിട്ടിയാൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ മേജർ ലോ തന്നെ കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ ആവുന്നുണ്ടല്ലോ? ഇപ്പോൾ ഇതാണ് നമ്മുടെ മേജർ ട്രെൻഡിൽ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇപ്പം നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇവിടുന്ന് മേജർ ട്രെൻഡിൽ എങ്ങനെ എൻട്രി എടുക്കണമെന്ന് പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം വന്നിട്ടുള്ള മേജർ ട്രെൻഡാണ് കേട്ടോ. ഇതിന് മുന്നേ നമുക്ക് കൗണ്ടർ ട്രെൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഈ ഒരു ട്രെൻഡിന് ശേഷം മേജർ ട്രെൻഡിന് ശേഷമാണ് മൈനർ ട്രെൻഡ് വരാനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കാര്യങ്ങൾ കുറച്ച് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോയത് കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരുമ്പോൾ ഈ മേജർ ട്രെൻഡിന് ശേഷമുള്ള മൈനർ ട്രെൻഡ്, ഓക്കെ അല്ലേ, ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ള മൈനർ ട്രെൻഡിലേക്ക് എങ്ങനെ എൻട്രി എടുക്കണം എന്നുള്ളതും ഞാൻ ഒന്ന് പറഞ്ഞു പോവാം. കാര്യങ്ങൾ ഓക്കെ ആവുന്നില്ലേ? വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ട്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതാണ് ടാർഗറ്റായിട്ട് വരുന്നത്. ഇതിലും അത്യാവശ്യം നല്ല വലിയൊരു RR തന്നെ കിട്ടാനായിട്ടുണ്ട്. ഇതിപ്പോൾ എന്താണ് മേജർ ട്രെൻഡിലെ സെല്ലിംഗ് സോണിലേക്ക് വന്നു, പ്രീമിയത്തിലേക്കുള്ള ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നു. നമുക്ക് ഇവിടെ നിന്ന് 5 minute കൺഫർമേഷൻ കിട്ടി എൻട്രി എടുത്തു. ഓക്കെ ആവുന്നില്ലേ? ഇതിന് ശേഷം ഈ ഒരു മൈനർ ട്രെൻഡിൽ എൻട്രി കൺഫർമേഷനും ഇതിനകത്ത് എങ്ങനെ എൻട്രി എടുക്കണം എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരുമ്പോൾ പറഞ്ഞുതരാം. ഇതാണ് മൈനർ ട്രെൻഡ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ട്രെൻഡാണ്. ഇതിലേക്ക് വരുമ്പോൾ എങ്ങനെ എൻട്രി എടുക്കണം എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ട്രേഡിങ്ങിലെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കാനും ശ്രമിക്കുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.